ഷീതു ആ മഴയത്ത് വട്ടം കറങ്ങിക്കൊണ്ട് നോക്കിയതും തന്നെ നോക്കിക്കൊണ്ട് മാറി നിൽക്കുന്ന ചാർലിയാണ് അവൾ കണ്ടത്. അത് കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവനാണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വായിച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. വേണ്ട പെണ്ണേ, നീ ആവോളം ആസ്വദിച്ചിട്ട് വാ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മറുപടി പറഞ്ഞു. പറ്റില്ല, അങ്ങനെ എനിക്ക് മാത്രം പനി പിടിക്കണ്ട. അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നതും അവനും അവളോടൊപ്പം ചെന്നു. അവൻ നോക്കി കാണുകയായിരുന്നു അവൻ്റെ ഷീതുവിനെ. അവൾ ആ മഴയത്ത് സർവ്വതും മറന്ന് ആസ്വദിക്കുന്നത് ചാർലി നോക്കി നിന്നു. ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു. എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു അവൾക്ക് ആ മഴ നനയുമ്പോൾ. അവൻ്റെ മനസ്സിലൂടെ പഴയകാല ഓർമ്മകൾ കടന്നുപോയി. ചാർലി ചായ ബുള്ളറ്റിലിരുന്ന അവൻ്റെ അടുത്തേക്ക് അവളൊരു ഗ്രീൻ കളർ ചുരിദാറുമിട്ട് ഓടിച്ചെന്നു. എന്താടി? അവൻ പുഞ്ചിരിയോട് ചോദിച്ചു. എനിക്കുണ്ടല്ലോ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. അവൾ നഖം കടിച്ചു. വാ കേറ്. അത് കേട്ടതും അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ശരിക്കും? അവൾ അതിശയത്തോടെ കണ്ണുകൾ വിടർത്തി. പിന്നെന്താ, ഞാൻ കള്ളം പറയാണെന്നാണോ? നീ ഒരാഗ്രഹം പറഞ്ഞാൽ അത് ഞാൻ സാധിച്ചു തരാതിരിക്കോടി. വാ കേറ്, അവൻ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അവൾ അവൻ്റെ ബൈക്കിലേക്ക് കയറി. അവൻ അവളെയും കൊണ്ടൊരു ബിരിയാണി സ്പോട്ടിലേക്ക് പോയി. എന്നാൽ പോകുന്ന വഴിയിൽ മഴ പെയ്യാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് ബൈക്ക് സൈഡിലേക്ക് ഒതുക്കിയതിന് ശേഷം അവളെയും കൂട്ടി ഒരു കടയുടെ വാതിൽക്കലേക്ക് കയറി നിന്നു. ഷോ, നമ്മൾ കടയിൽ ചെന്നിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു അല്ലേ? അവൾ മഴയിലേക്ക് കൈകൾ വിടർത്തി മഴത്തുള്ളികളെ കയ്യിലാക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് അവനൊന്ന് പുഞ്ചിരിച്ചു. അവൾ തൻ്റെ കയ്യിൽ വീണ മഴത്തുള്ളികളെ അവൻ്റെ മുഖത്തേക്ക് തെറിപ്പിച്ചു. ഷീതു! അവൻ കൈകൾ കൊണ്ട് തടഞ്ഞതും അവൾ ചിരിച്ചു. ചാർലി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഷീതു, എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു. അവൻ അവളെ നോക്കി. അയ്യോ ചാർലി ചായ, അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ തിരികെ അങ്ങോട്ട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. 2 ദിവസം മുമ്പ് ഇച്ചായൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അവൾ സന്തോഷത്തോടെ അവനെ നോക്കി പറഞ്ഞു. ആര്? ആദവോ? അവൻ തിരികെ ചോദിച്ചു. അതേന്നെ, അതും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് ഞാനിങ്ങ് ഇല്ലാണ്ടായിപ്പോയി. പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് കരുതിയില്ല. അവൾ നഖം കടിച്ചുകൊണ്ട് ചിരിച്ചു. അത് കേട്ടതും അവൻ്റെ മുഖം ഒന്ന് മങ്ങി. അല്ല, ചാർലി ചാൻ എന്താ പറയാൻ വന്നേ? ഒന്നുമില്ല. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ തന്നെ ഇത് ചാർലി ചാനെ വിളിച്ച് പറയണമെന്ന് കരുതിയതാ ഞാൻ. ഇച്ചായൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത്ര ഫ്രണ്ട്സും ആയിരുന്നു. പക്ഷേ ഇച്ചായനെ ലൈഫിലേക്ക് ക്ഷണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതെന്താ? അവൻ തിരികെ ചോദിച്ചു. ഞാൻ അനാഥയല്ലേ? എനിക്ക് ആരും ഇല്ലല്ലോ. ഇച്ചായൻ്റെ വീട്ടിലേക്ക് ചെല്ലാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഇച്ചായൻ്റെ മമ്മിക്ക് എന്നെ വലിയ കാര്യമാണ്. പക്ഷേ അതുപോലെയാണോ ഒരു മരുമകളാകുമ്പോൾ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എടി, എന്തിനാ കരയുന്നേ? എന്തായാലും നിന്റെ മനസ്സിലുണ്ടായിരുന്നത് പോലെ തന്നെ അവനും നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ അവനിപ്പോൾ അത് തുറന്നു പറഞ്ഞത്. അവൻ്റെ വീട്ടിൽ എല്ലാവർക്കും സമ്മതമായതുകൊണ്ടായിരിക്കുമല്ലോ നിന്നെ അവൻ പ്രപ്പോസ് ചെയ്തത്. ഇനി എന്തിനാ കരയുന്നേ? ചാർലി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഞാൻ കരുതിയത് എനിക്ക് അവിടേക്ക് ചെല്ലാൻ ഒരു യോഗ്യതയില്ലെന്നായിരുന്നു ചാർലി ചാ. ഞാൻ ഇച്ചായൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ടായിരുന്നെങ്കിലും പ്രപ്പോസ് ചെയ്യുമെന്ന് അവൾ ബാക്കി പറയാതെ നിർത്തി. ഇപ്പോൾ ഷീതു ഹാപ്പിയല്ലേ? അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോഴേക്കും മഴ ഒരുവിധം തോർന്നു. സങ്കടവും കരച്ചിലും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വന്നേ, നമുക്ക് നല്ല ചൂട് ബിരിയാണി കഴിക്കാം. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. പഴയ ഓർമ്മയിൽ നിന്നും അവൻ തിരികെ എത്തി. ഇതുപോലൊരു മഴയത്താണ് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയാൻ താൻ തീരുമാനിച്ചത്. എന്നാൽ അതിനു മുൻപേ അവൾ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് കേട്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും അവൾക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം തനിക്ക് അറിയായിരുന്നതുകൊണ്ട് താനും അവളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അല്ലെങ്കിലും ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിനല്ലേ പ്രാധാന്യം കൊടുക്കുക. ഇച്ചായ, ഇതെന്തായി ആലോചിക്കുന്നേ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഉടനെ ചാർലി അവളെ കയ്യിൽ പിടിച്ചവിടെ നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരിക്കൽ ഇതുപോലൊരു മഴയത്ത് എൻ്റെ മനസ്സിലുള്ള കാര്യം നിന്നോട് തുറന്നു പറയണമെന്ന് കരുതിയതായിരുന്നു ഞാൻ. പക്ഷേ അന്ന് എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഇന്ന്, ഈ നിമിഷം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് പറയാൻ പോകുക. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളത് എന്താണെന്നുള്ള അർത്ഥത്തിൽ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഷിതു, നിനക്കറിയാം ഞാൻ നിന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നതെന്ന്, എങ്ങനെയാ നിന്നെ ഞാൻ കരുതുന്നതെന്ന്. എൻ്റെ മനസ്സിൽ നീ ആരായിരുന്നു, എന്തായിരുന്നു ഒക്കെ നിനക്ക് നന്നായിട്ടറിയാം അല്ലേ? അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി നിറമിഴിയോടെ തലയാട്ടി. എല്ലാം അറിയാവുന്നതല്ലേ ചായ? അവൾ അവനെ നോക്കി ചോദിച്ചു. ആ, അറിയാം. പക്ഷേ ഷീതു, എനിക്ക് നീയില്ലാണ്ട് പറ്റില്ലടി. നീയും കുഞ്ഞും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചാർലിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
എൻ്റെ മനസ്സ് മുഴുവൻ നീയാടി. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് നിന്നെ. അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി. ഒരിക്കലും നീയും മോളും എന്നെ വിട്ട് പോവല്ലേടി. എനിക്കത് താങ്ങാൻ പറ്റില്ല. ഭ്രാന്ത് പിടിക്കും. അവൻ പറഞ്ഞുകൊണ്ട് അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ഷീതുവും ഒരു പൊട്ടിക്കരച്ചിലോടെ അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ ഞാൻ പോവില്ലേ ചായ, ഒരിക്കലും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവളെ തൻ്റെ നെഞ്ചിൽ നിന്ന് മടർത്തി മാറ്റി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തു. മുഖത്തേക്കടിക്കുന്ന മഴവെള്ളത്തോടൊപ്പം അവൾ അവനെ തന്നെ നോക്കിയായിരുന്നു. മഴ നനഞ്ഞ മുടിയൊക്കെ നെറ്റിയിൽ ഒട്ടിപ്പിടിച്ചു. വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു അവനെ ആ മഴയത്ത് കാണാൻ. അവൻ്റെ കണ്ണുകളും അവളുടെ മിഴികളിലേക്കായിരുന്നു. അവൻ അവളുടെ മുഖം മുഴുവൻ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. അവൾ കണ്ണുകൾ അടച്ച് അവയെ സ്വീകരിച്ചു. എൻ്റെ അടി നീ, ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല, ആർക്കും. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചിരുന്നു. അങ്ങനെ ഒരു ചാർലിയെ ഷീതു ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സങ്കടങ്ങളും പേടിയും ഉണ്ടെന്ന് അവൾക്ക് തോന്നി. താനും കുഞ്ഞും അവനെ വിട്ടുപോകുമോ എന്നുള്ള ആവലാതി അവനെ നന്നായി ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ അത്രയും ശക്തിയായി അവനവളെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇച്ചായ, നമുക്ക് റൂമിലേക്ക് പോകാം. കുഞ്ഞ് അവിടെ ഉച്ചയ്ക്ക്. അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി. വാ പോകാം. അവൻ പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് കയറി. അവർ അകത്തേക്ക് കയറിയതും അവിടെ കൈകൾ മാറിൽ കെട്ടി അവരെ നോക്കി നിൽക്കുന്ന 3 പേരെയാണ് ചാർലി അവളും കണ്ടത്. അവരെ കണ്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ പുറകിലേക്ക് മാറി. ചാർലിയാണെങ്കിൽ നനഞ്ഞ ഡ്രസ്സും ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളവുമായി അവരെ നോക്കി ചിരിച്ചു. ലീലാമോ, നമ്മുടെ മോട്ടറിൽ വെള്ളമില്ലേ? ചാർലിയുടെ പപ്പ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഭാര്യയെ നോക്കി ചോദിച്ചു. ഞാൻ വൈകിട്ട് മോട്ടർ ഇട്ടതാ അച്ചായ. ഇത്ര പെട്ടെന്ന് വെള്ളം തീർന്നു പോയോന്നാ എൻ്റെ സംശയം. അവരും പുഞ്ചിരിച്ചുകൊണ്ട് അയാൾക്ക് മറുപടി കൊടുത്തു. റയാനാണെങ്കിൽ പപ്പയും മമ്മിയും അവരെ 2 പേരെയും ട്രോളുന്നതും കണ്ട് വാ പൊത്തി ചിരിക്കുകയായിരുന്നു. അത് കണ്ടതും ചാർലി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മോട്ടറിൽ വെള്ളമില്ലാത്തതുകൊണ്ടായിരിക്കും പിള്ളേര് പുറത്ത് മഴയത്ത് കുളിച്ചത്. നിനക്കിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ ലീലാമോ? അയാൾ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അയാളുടെ ഭാര്യയും ചാർലിയും പരസ്പരം നോക്കി. എങ്കിൽ പിന്നെ ഞാൻ അല്ല, ഞങ്ങൾ അങ്ങോട്ട്. ചാർലി അവരെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് പപ്പയും മമ്മിയും അവരെ ആക്കുന്നത് പോലെ ഒന്ന് തലയാട്ടി. അത് കണ്ടതും അവൻ ഷീതുവിനെ പിടിച്ച് മുറിയിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഷീതു അവരെ 3 പേരെയും ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവർ 3 പേരും നിന്ന് ചിരിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നും ഇതുപോലെ സന്തോഷമായിട്ടിരുന്നാൽ മതിയായിരുന്നു, ലീലാമ്മ സ്വയം പറഞ്ഞു. നമ്മുടെ മോനെ അവളെ ആ ദൈവം വിധിച്ചത്. അതുകൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊരിക്കലും ഇനി മാറാൻ പോകുന്നില്ല, അയാളും പറഞ്ഞു. പക്ഷെ പപ്പേ, ആ ആദം അവനിപ്പോൾ കളത്തിലിറങ്ങി കളിക്കുക. അതിൻ്റെ ഭാഗമായിരുന്നു ചേട്ടത്തെയും ചേട്ടായും തമ്മിലുണ്ടായ ആദ്യത്തെ വഴക്ക്. അതൊരു സൗന്ദര്യപ്പിണക്കം പോലെ തീർന്നെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ടും അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അവൻ എന്തോ കൽപ്പിച്ചുള്ള പുറപ്പാടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ചേട്ടത്തിയെ അവനങ്ങനെ ഫോക്കസ് ചെയ്യില്ലല്ലോ. മാത്രമല്ല നമ്മുടെ ഇസുവിനെ അവന് വേണോന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അത് നമ്മൾ പേടിക്കേണ്ട കാര്യം തന്നെയാണ്. റയാൻ അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയം അവരോട് പറഞ്ഞു. പിന്നെ എന്നോ തള്ളി പറഞ്ഞു ഒരുത്തൻ പെട്ടെന്ന് വന്നങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ പിള്ളേരെ അവനങ്ങ് വിട്ടുകൊടുക്കാൻ പോവല്ലേ? ഷീതുമോളായിട്ടൊരു തീരുമാനം എടുക്കുന്നത് വരെ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുക, അതുവരെ അവരെ 2 പേരെയും അവനൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല, അയാളും ഉറപ്പോടെ പറഞ്ഞു. അവളെയും കുഞ്ഞിനെയും വേർപിരിയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യാച്ചായ. ലീലാമ്മ വിഷമത്തോടെ അയാളെ നോക്കി. താനൊന്നും വിഷമിക്കാതിരിക്കടോ. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനമുള്ള ഒരു പെൺകുട്ടികളും ഇനി തിരികെ അവൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മോക്ക് അതിനൊരിക്കലും സാധിക്കുകയില്ല. അവനുണ്ടല്ലോ എൻ്റെ മകൻ, അവൻ അതുപോലെയാ അവരെ 2 പേരെയും കൈവെള്ളെ കൊണ്ട് കിടക്കുന്നത്. അവനെ ഉപേക്ഷിച്ച് പോകാൻ അവർക്കൊരിക്കലും കഴിയില്ല. അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. ഞാൻ തിരികെ റൂമിലേക്ക് വന്നതും അവൻ്റെ ഫോണിൽ കുറേയധികം മിസ് കോൾ കിടപ്പുണ്ടായിരുന്നു. എടുത്തു നോക്കിയതും റിഷു ആയിരുന്നു. അവൾ എന്തിനായിരിക്കും ഇത്ര അത്യാവശ്യപ്പെട്ട് വിളിച്ചതെന്ന സംശയത്തോടെ അവനവളെ തിരികെ വിളിച്ചു. എടി, ഞാനൊന്ന് പുറത്തു പോയിരിക്കുകയായിരുന്നു. നിന്റെ കുറേ മിസ് കോൾ കിടക്കുന്ന കണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത്യാവശ്യമൊന്നുമില്ലടാ, എന്നാലും ഇന്ന് സ്കൂളിൽ നടന്നൊരു സംഭവം നിന്നോട് പറയണമെന്ന് തോന്നി, അതിന് വിളിച്ചതാ. അവൾ പറഞ്ഞതും അവനത് എന്താണെന്ന് ചോദിച്ചു. ബെന്നി അവളെ വന്നിടിച്ചതും അതിന് ക്രിസ്റ്റി അവളോട് ദേഷ്യപ്പെട്ടതും പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെയും അവൾ അവനോട് പറഞ്ഞു. ഇത്രയൊക്കെ സംഭവങ്ങൾ ഇന്നുണ്ടായോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതേടാ, നാളെ സ്കൂളിലടയ്ക്കാൻ പോവല്ലേ. നാളെയും ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ട് വരുമ്പോഴും അയാളോടൊപ്പം തന്നെ രാവിലെയും വൈകിട്ടും ചെല്ലണമെന്നാ ഓർഡർ. എന്നെ അയാൾക്ക് തീരെ ഇഷ്ടമല്ല. അത് ഞാൻ പറയാതെ തന്നെ നിനക്കും അറിയാലോ. അങ്ങനെ എന്നെ ഇഷ്ടമല്ലെങ്കിൽ, എന്നോട് അങ്ങനെ ദേഷ്യമാണെങ്കിൽ അയാൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ ശ്രമിക്കുന്നത്? മാത്രമല്ല, ഈ ഭാര്യയോടോ കാമുകിയോടോ സ്വാതന്ത്ര്യമായിട്ട് മറ്റൊരു പുരുഷൻ ഇടപഴകുമ്പോഴല്ലേ ഈ പൊസസീവ്നെസ് ഉണ്ടാവുന്നത്. ബെന്നി സാർ ഞാൻ വീഴാനായിട്ട് പോയപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തിയതാണ്.
അതല്ലാതെ മറ്റൊരർത്ഥം അതിനുണ്ടായിരുന്നില്ല. സ്റ്റേജിലിരുന്ന് അയാൾ എന്തിനാ കടുവ ഗർജിക്കുന്നത് പോലെ എൻ്റെ നേരെ ഗർജിക്കാൻ വന്നത്? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അയാൾക്ക് എന്നോട് ഇത് ഇഷ്ടമാണോ അതല്ല. അയാൾ ഒരിക്കലും അതെന്നോട് തുറന്നു പറയുകയും ചെയ്തു. അവൾ എന്തോ ഒരു ആലോചനയോടെ പറഞ്ഞു. അതെന്താ? അവൻ സംശയത്തോട് ചോദിച്ചു. വല്ലവനും സ്വന്തമായിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ടെന്നൊക്കെ അയാൾ എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. ആ അയാൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇത്രയും വേവലാതിപ്പെടുന്നേ? അവൾ സംശയത്തോട് ചോദിച്ചു. അങ്ങനെ പറഞ്ഞോ ചേട്ടായി? ഉവ്. അതും പറഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ നേരം അവളോട് അവൻ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു. ഓ, അങ്ങനെയൊക്കെ ഉണ്ടായോ? അതൊക്കെ അവൻ്റെ ആദ്യത്തെ അറിവായിരുന്നു. ഉവ്. എനിക്ക് ആകെ കൺഫ്യൂഷൻ അറിയാൻ. നീ വിചാരിച്ച എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അവൾ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവന് ചിരിയാണ് വന്നത്. ക്രിസ്റ്റി അവളോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും അവനും അവളോട് തിരികെ ഇഷ്ടമുണ്ടെന്ന് റയാന് മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ടാണ് അവനത് തുറന്നു പറയാതെ അവളായിട്ടിങ്ങനെ വട്ടം കറപ്പിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. റയാൻ, എടാ, നീ എന്താ ഒന്നും പറയാത്തത്? ഓരോന്ന് ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഉറക്കം പോലും വരുന്നില്ലടാ, അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ വാതിലിൽ മുട്ട് കേട്ടത്. അവൻ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ ചെന്ന് വാതിൽ തുറന്നു. മുൻപിൽ നിൽക്കുകയായിരുന്നു ക്രിസ്റ്റി. ആ, ചേട്ടായി ആയിരുന്നോ? അവൻ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. എടാ, നിന്റെ ഫോണിൻ്റെ ചാർജർ ഒന്ന് തന്നേ. എൻ്റെ ചാർജർ കേടായെന്ന് തോന്നുന്നു. ചാർജ് ചെയ്യാനിട്ടിട്ട് 1% പോലും കൂടുന്നില്ല. ക്രിസ്റ്റി പറയുന്നത് കേട്ടതും ഋഷു ഞെട്ടി. അയ്യോ, കടുവ! അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു.